വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക്. നമുക്ക് ഈസി ആയിട്ട് ചട്ടിച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ചെമ്മീൻ ചട്ടിച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ റെസിപ്പികളൊക്കെ സ്പീഡിൽ പറഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ചട്ടിച്ചോറ് ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ആദ്യം തന്നെ ചോറുണ്ടാക്കാം. കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് കുക്കറിലേക്ക് അരി ഇട്ട് കൊടുക്കാം. എളുപ്പമാണ് കുക്കറിൽ ചോറ് വെക്കാനായിട്ട്. നന്നായിട്ട് കഴിയുന്നതിന് ശേഷം ഒരു 3/4 ഭാഗത്തോളം വെള്ളം വെച്ചിട്ട് ഒരു 3-4 വിസിലടുപ്പിക്കാം ഹൈ ഫ്ലെയിമിൽ. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ചെമ്മീൻ റോസ്റ്റാണ്. ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതേ ചെമ്മീൻ നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചിക്കൻ പൊരിച്ചതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രോസൺ ചിക്കനാണ് എടുത്തേക്കുന്നത്. 1 കിലോത്തിൻ്റെ ചിക്കനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നിറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. ഇത് മസാല വെച്ച് കുറച്ച് നേരം വെക്കുക. അവിടെ ഒരു 10-20 മിനിറ്റ് ഒക്കെ വെക്കണമല്ലോ കേട്ടോ. നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം. ഒരു കലമാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 4 സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3 തക്കാളി ഇതേപോലെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി കൊടുക്കുക. വെള്ളം ചേർത്താണ്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 5 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ട് പറ്റിച്ചെടുക്കാം. നമ്മുടെ ചെമ്മീൻ്റെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമുക്കൊരു ഗ്രൈൻഡർ എടുക്കാം. ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പച്ചമുളക്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 2 കഷ്ണം വേപ്പില അതിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന ഉള്ളി, മുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കല്ലുപ്പിട്ട് കൊടുക്കുക. 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഗ്രൈൻഡറിലിട്ടിട്ട് കിർന്ന് അടിക്കാം. ഉള്ളു ചമ്മന്തിയുടെ പണി. അമ്മിയിലിട്ട് അരച്ചിട്ടെടുക്കണമെങ്കിൽ അമ്മിയിലിട്ട് അടിക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് പുളി ചേർക്കാം കേട്ടോ. അതിൽ പുളിയൊന്നും ചേർത്തിട്ടില്ല. ചെമ്മീൻ നന്നായിട്ട് വെന്ത് സവാളയൊക്കെ നന്നായിട്ട് വാടിയതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കുറച്ചും കൂടി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കണില്ല കേട്ടോ. ചെറിയൊരു ഇതേപോലെ ഒരു കുഴഞ്ഞിരിക്കുന്ന പരിവാക്കണുള്ളൂ കേട്ടോ. ഒരു 2 തണ്ട് വേപ്പിലിട്ട് കൊടുക്കുക. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചൂടുവെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ചാറായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെയും ചെയ്യാം. പിന്നെ കുറച്ച് കാബേജും ക്യാരറ്റും കൂടിയിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ഇട്ടിട്ടാണ് വയ്ക്കുന്നത്. തേങ്ങയിൽ അതേപോലെ പച്ചമുളകും ഇഞ്ചിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡറിൽ അടിച്ചിട്ടിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാം. സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്ന പോലത്തെ ഉപ്പ് ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് കാബേജ് ഇട്ട് കൊടുക്കുക. മൂടി വെച്ച് വേവിച്ചെടുക്കുക. നമുക്കൊരു പാൻ വെച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഇതിൽ നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചോറ് റെഡി ആയിട്ട് നോക്കാം. ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഊറ്റിയെടുക്കുക. ഇതിലേക്ക് ഒരു 4 പച്ചമുളകും കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് നല്ല കീറിയത് ഇട്ട് കൊടുക്കുക. ചിക്കൻ മൊരിഞ്ഞ് വരുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പപ്പടം കൂടി പൊരിക്കുന്നുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടല്ല പൊരിച്ചെടുക്കണം. അതുപോലെ കുറച്ച് കച്ചമ്പറ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. തൈരിൽ കുറച്ച് സവാളയും തക്കാളിയും ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്തതാണ്. നമ്മുടെ ഈസി മാങ്ങച്ചാറ്. ചെറുതാക്കി അരിഞ്ഞിട്ട് കുറച്ച് സുർക്ക, ഉലുവപ്പൊടി, മുളക് പൊടി, കുറച്ച് കായപ്പൊടി, ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടാക്കണം കേട്ടോ.
ഇനി നമുക്ക് ഈ ചെമ്മീൻ ഇതിൽ നിന്ന് മാറ്റാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൽ തന്നെയാണ് ചോറ് കുഴച്ചെടുക്കാം. നമുക്കിതിലേക്ക് ചൂടുള്ള ചോറ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കുഴച്ച് കൊടുക്കാം കേട്ടോ. കൈ കൊണ്ട് കുഴക്കണവർക്ക് കൈ കൊണ്ട് കുഴച്ചോട്ടാ. ഇതേപോലെ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഇതേപോലെ കുഴച്ചെടുക്കാം കേട്ടോ. നല്ല ചൂടുണ്ട് ചോറിന്. ഇനി ഇതിലേക്ക് നമുക്ക് സാധാ ചോറിട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ കേബേജ് ഒലത്തിയത്, അച്ചാറ്, ചമ്മന്തി, പപ്പടം, തൈര്, പിന്നെ ചിക്കൻ പൊരിച്ചത്. ഒരു നടുവിലായിട്ട് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ചട്ടിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിച്ചോറൊന്ന് കഴിച്ച് നോക്കാം. പപ്പടമൊക്കെ എടുത്ത് മാറ്റാം. ചമ്മന്തിക്ക് ഒരു സൈഡിലേക്കാക്കുക. എല്ലാം സൈഡിലേക്കാക്കി പോട്ടെ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചോളാം. ഇതിൽ നിന്ന് കുറച്ച് ചമ്മന്തി എടുക്കുക. പിന്നെ കുറച്ച് തൈര്, ഇതേപോലെ തന്നെ കുറച്ച് കേബേജ്, പിന്നെ പപ്പടം, ചെമ്മീൻ എടുത്ത് വെച്ചേക്കാം കേട്ടോ. അതെ, ഇനി നമുക്കൊരു ചിക്കൻ പീസും കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ്. അതേപോലെ തന്നെ നമുക്ക് അച്ചാറിൻ്റെ ഒരു കഷ്ണം എടുത്ത് കൊടുക്കാം, കഷ്ണം. എന്നിട്ട് ഇതേപോലെ കഴിച്ച് നോക്കാം. അടിപൊളിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട്? സൂപ്പർ ഉണ്ട് കേട്ടാ.